ഇടുക്കി തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെച്ചു. ചെയർമാനെതിരെ മറ്റന്നാൾ LDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനിരിക്കെയാണ് ഈ തീരുമാനം. ചെയർമാൻ സനീഷ് ജോർജ് കൈക്കൂലി കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരുന്നു. വിവരങ്ങളുമായി ആൽവിൻ തോമസ് ചേരുകയാണ്. ആൽവിൻ, UDF വിമതനായി മത്സരിച്ചു, പിന്നീട് LDF പിന്തുണയിൽ ചെയർമാനാകുന്നു. സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് നൽകുന്നതിനായി കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം ഉയരുന്നു. ഈ പറഞ്ഞതുപോലെ ചെയർമാനെതിരെ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം അത് മറ്റന്നാൾ പരിഗണിക്കാനിരിക്കെയാണ് തീർക്കപ്പെട്ട ഈ നീക്കവും കൂടി. ആൽവിൻ, കേൾക്കാമോ? തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെച്ചു. കൈക്കൂലി കേസിൽ പ്രതിയായതോടെയാണ് സനീഷിനുള്ള പിന്തുണ LDF പിൻവലിച്ചത്. ഇതിന് പിന്നാലെയാണ് രാജി. നമ്മൾ ഈ പറഞ്ഞതുപോലെ ചെയർമാനെതിരെ മറ്റന്നാൾ LDF അവിശ്വാസ പ്രമേയം പരിഗണിക്കാനിരിക്കെയാണ് സനീഷ് ജോർജ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. ആൽവിൻ തോമസ് ചേരുന്നുണ്ട്. ആൽവിൻ, പറയാം. സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രാഷ്ട്രീയ കൊള്ളക്കം തൊടുപുഴ നഗരസഭയിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. LDF പിന്തുണയോടെ ജയിച്ചു വന്ന ആളാണ് സനീഷ് ജോർജ്. പിന്നീട് ഒരു കൈക്കൂലി കേസിൽ പ്രതി ചേർക്കപ്പെടുകയും തുടർന്നുണ്ടായ രാഷ്ട്രീയ കോലാഹലങ്ങൾ ഉണ്ടാകുകയും ചെയ്തിരുന്നു. LDF-ഉം CPM-ഉം സനീഷ് ജോർജിനോട് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിന് തയ്യാറല്ല എന്നുള്ള ഒരു നിലപാടിലായിരുന്നു സനീഷ് ജോർജ്. തുടർന്ന് LDF തൊടുപുഴ നഗരസഭയിൽ 29-ാം തീയതി അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ സനീഷ് ജോർജ് തന്നെ സ്വയം രാജിവെക്കുന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇന്ന് തന്നെ രാജി നഗരസഭാ സെക്രട്ടറിക്ക് കൈമാറുമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. സമരങ്ങളെ പേടിച്ചല്ല, തന്റെ വ്യക്തി ജീവിതം വളരെ സംശുദ്ധമാണ് എന്നും അദ്ദേഹം ഇന്ന് തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. ഏതായാലും നഗരസഭാ ചെയർമാൻ സ്ഥാനം രാജിവെക്കാനുള്ള തീരുമാനമാണ്. എന്നാൽ കൗൺസിലർ സ്ഥാനം നിലനിൽക്കുമെന്നുള്ളതും അദ്ദേഹം പറയുന്നു. കൗൺസിലർ സ്ഥാനത്ത് തന്നെ തുടരുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും LDF കൊണ്ടുവരാനുള്ള അവിശ്വാസ പ്രമേയം ഇതോടെ 29-ാം തീയതിയാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനിരുന്നത്. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ ഈ രാജി സമർപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. വിജിലൻസ് കേസിൽ പെടുകയും 2-ാം പ്രതിയായി പ്രതി ചേർക്കപ്പെടുകയും ചെയ്തിരുന്നു. കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ടാണ് പ്രതി ചേർക്കപ്പെട്ടത് സനീഷ് ജോർജ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് LDF ഉൾപ്പെടെ അദ്ദേഹത്തോട് രാജിവെക്കണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത്. ശരി ആൽവിൻ, UDF-ന്റെ വിമതനായി മത്സരിച്ചാണ് സനീഷ് ജോർജ്. പിന്നീട് LDF പിന്തുണയിലാണ് ചെയർമാനായത്. സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് നൽകുന്നതിനായി കൈക്കൂലി വാങ്ങിയ കേസിലാണ് സനീഷ് ജോർജ് പ്രതിയാകുന്നതും പിന്നീട് LDF ഇതുപോലെ അവിശ്വാസം കൊണ്ടുവരുന്നതും ആ അവിശ്വാസ പ്രമേയം മറ്റന്നാൾ പരിഗണിക്കാനിരിക്കെയാണ് സനീഷ് ജോർജ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നതും. ആൽവിൻ തോമസാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്നും.